കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നേ. ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബ്യൂട്ടി ടിപ്സുമായിട്ടൊന്നല്ല, ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീടുണ്ട്, വീട്ടിലെ പരിസരവും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിനു മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ വഴി. നമ്മളത് അവിടെ റോഡ്, ആ റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമുക്കിതിലങ്ങ് വരാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓട്ടോ ഒക്കെ കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വരുന്ന ഭാഗം നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറേ ചെടികളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെടികളൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് വീടിൻ്റെ ആകമൊക്കെ ഒന്ന് കാണാം കേട്ടോ. എന്താ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് ചെടികൾ, ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ചെടികളൊക്കെ ഉണ്ട്. എല്ലാ ചെടികളും നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതടുത്ത ചെടികളാണ്. അപ്പോൾ രണ്ട് സൈഡിലും ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിയിലാട്ടോ നമ്മുടെ ചെടികളൊക്കെ നട്ട് വളർത്തിയിരിക്കണത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് കാട് പോലെ ഇങ്ങനെ വളരുന്നൊരു ചെടിയാണ്. അതായത് പല കളറുണ്ട് കേട്ടോ. ഇത് വയലറ്റ്, ഇത് നല്ല മജന്ത കളറാണ്. ഇത് നാരകമാണ്. ചെത്തി മോഡൽ, അതായത് ചെറുതാകുമ്പോൾ തന്നെ നല്ല പൂവായിട്ടിരിക്കേ. അതാണിത്. പനിക്കൂർക്ക, ഒരു മഞ്ഞപ്പൂവുണ്ട്. ഇത് നോക്കിക്കേ, എന്താ ഭംഗി നോക്കി കാണാൻ. ഭയങ്കര ഇഷ്ടമായി ചെടി. ഇതാ നമ്പ്യാർ വട്ടം പോലെ ഇരിക്കുന്ന പൂ. താഴെയുണ്ട് ചെടികൾ. ഇതിൻ്റെ ഇടയ്ക്ക് കറ്റാർവാഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ്, എടുത്തില്ലായിരുന്നു. ഇത് നോക്കിയേ, ഈ പൂക്കൾ എന്താ ഭംഗിയില്ലേ. അമ്മ ഇപ്പോൾ വരാവേ. അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ അമ്മ ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇനി വേറൊരു സൂത്രം കാണിച്ചു തരാവേ. ഇതാ ഇവിടെ ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. അയ്യോ, അത് വാടിപ്പോയി. ഇതാ വലിയ ചെമ്പരത്തി ആവുന്നതാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ ഇന്നലെ വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്രയും വലുതായിരുന്നേ. ഇനി പൂ വരുമ്പോൾ പൂ ഉണ്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. നല്ല രസമില്ല കാണാൻ. നമുക്ക് വീടിൻ്റെ ആക്കൊക്കെ കാണാവേ. ഇവിടെ നല്ല മഴയാണ്, നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകം ഒന്ന് കയറാവേ. ഈ കയറി ചെല്ലുന്നത് കുഞ്ഞൊരു സിറ്റ് ഔട്ടുണ്ട്. ഒത്തിരി കുഞ്ഞല്ല, എന്നാലും ചെറുതാണ്. പിന്നെ ഇത് ഹാളാണ്. ഹാൾ ഇത്തിരി വലുതാണ് കേട്ടോ. അപ്പോൾ ഹാളിലാണ് TV ഒക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിളക്കൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കുറേ ഫോട്ടോസൊക്കെയാണുള്ളത്. അപ്പോൾ ഹാളിൽ നിന്ന് നേരെ കയറുന്നത് ഒരു റൂമിലോട്ടാണ്. ചെറിയ റൂം കേട്ടോ. അപ്പോൾ ഇവിടെ കട്ടിൽ, അലമാര എല്ലാം വെക്കുന്ന സ്ഥലമാണ്. ഇത് അച്ഛൻ്റെ റൂമായിരുന്നു. പിന്നെ ഇവിടെ ആരങ്ങനെ ഇപ്പോൾ കിടക്കാറൊന്നുമില്ല കേട്ടോ. ഞാനമ്മയും പിള്ളേരൊക്കെ നമ്മൾ ആ ഒറ്റ റൂമിലാണ് കിടക്കുന്നത്. ഇവിടെ തന്നെയൊന്നും കിടക്കാറില്ല. അതുപോലെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. മെയിൻ കാരണം ചൂട് കാരണമാണ്. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. പോകാവേ. ഇവിടെയും ആരിപ്പോൾ ഒന്നും കിടക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈ റൂമാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ റൂമാണ്. പിന്നെ പ്രത്യേകിച്ച് റൂമിലൊന്നുമില്ല. ഒരു അലമാരയും ഒരു കട്ടിലും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തയ്യൽ മെഷീനുണ്ട്. നമുക്ക് അടുത്ത റൂം കാണാവേ. അപ്പോൾ ഈ റൂമിൽ കട്ടിലും അലമാരയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ റൂമിൽ ചൂട് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ റൂമിലാണ് കിടക്കാറ്. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് വെച്ചേക്കണത്. ഇതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഇതാ ഹാളിൽ ചേർന്ന് ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ബാത്റൂമുണ്ട് വീട്ടിൽ. പിന്നെ മുകളിലൊന്നും റൂമുകളൊന്നും പണിതിട്ടില്ല. അതുകൊണ്ട് പിന്നെ
മുകളിൽ ഞങ്ങൾ പോകാറില്ല കേട്ടോ. പിന്നെ കാറ്റൊക്കെ കിട്ടാനായിട്ട് ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് മുകളിൽ വരെ ചുമ്മാ പോവേ. ഞങ്ങൾ ടെറസിൽ വന്നിട്ടോ. അപ്പം മഴ ചാറുന്നുണ്ട്. അപ്പം ഇവിടെ നല്ല കാഴ്ചയായിട്ട് കാണാനായിട്ട് നല്ല ഉണക്ക പുല്ലും നല്ല ഉണക്കപ്പുല്ലല്ല പാറപ്പുല്ലും പിന്നെ ഇതാ കവുങ്ങും തോട്ടവും തെങ്ങും തോപ്പും ഒക്കെയുള്ള നല്ല മനോഹരമായ കാഴ്ച. ചാറ്റമഴ തന്നെയോണ്ടിരിക്കുകയാണ്. ഇതുവാ ഈ മഴ പെയ്യുന്നോണ്ടേ മയിലുകളൊക്കെ ഉണ്ടാവുമേ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ മഴ മാറുമ്പം എല്ലാം വരും കേട്ടോ. ഇനി നമുക്ക് അടുക്കള ഭാഗമൊക്കെ കാണാം. നമുക്ക് നേരെ ഡൈനിങ് റൂമിലോട്ട് പോകാവേ. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കണത്. ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ, അതായത് പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ എന്താ അവിടെയൊക്കെ വെക്കുക കേട്ടോ. ഉണക്കി ഈ സൈഡിലൊക്കെ കയറ്റിയിട്ട് വെക്കുക. പിന്നെ ഇവിടെ ഗ്ലാസ്സൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇത് നമ്മൾ നേരെ പോണത് അടുക്കളയിലോട്ടാണ്. അടുക്കള ഒരു ചെറുതാണ് കേട്ടോ, ഒത്തിരി വലിപ്പമൊന്നും ഉള്ളതല്ല. പിന്നെ പാത്രമൊക്കെ കഴുകി ഉണക്കി അമ്മയുടെ വെക്കും. ഇവിടെ നമ്മൾ ചോറൊന്നും വെക്കില്ല കേട്ടോ. ചോറൊക്കെ വെക്കുന്നത് മുറ്റത്തിരുന്നാണ്. ഇവിടെ കരിയാവുന്നതുകൊണ്ട് ഇവിടുന്ന് ചോറ് വെക്കുകയില്ല. പിന്നെ ഇവിടെയാണ് ഗ്യാസ് സ്റ്റൗവൊക്കെ വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കറിയൊക്കെ അമ്മ ഇവിടെ വെക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ. ഇനി നമുക്ക് പുറത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ രാവിലെ ഞങ്ങളിതാ മയിലിനെ കണ്ടതാണ് കേട്ടോ. കുറേ വന്നിട്ടുണ്ട്. ഇതിപ്പോഴും 3 എണ്ണം വന്നിട്ടുണ്ട്. ഇതാ ആ പറമ്പിൽ അതാ അവിടെ ഉണ്ട് മയിൽ. കാണില്ല തോന്നുന്നു. ഞങ്ങളുടെ ഒച്ച കണ്ടോ, ഞങ്ങളുടെ ഒച്ച അനക്കം കണ്ടപ്പോഴത്തേക്കും അവന്മാരെല്ലാം സ്ഥലം വിട്ടു. കണ്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതാ പറക്കണ കണ്ടോ. ഇതാ അവിടെയുണ്ടേ പറക്കുന്നു. അതാ പറന്ന് ആ കൊമ്പിൻ്റെ ആ എന്താ കവുങ്ങിൻ്റെ മുകളിലുണ്ട്. പുള്ളിമാരിതാ മയിലിൻ്റെ പുറകെ പോകുവാണ്. നമ്മുടെ ഒച്ചയും ബഹളം കേൾക്കുമ്പോൾ തന്നെ അവന്മാർ സ്ഥലം വിടും. 3 ആൾ വരിയായിട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വാ, അവർ കാറ്റിലോട്ട് പോട്ടെ, വാ. നല്ല രസമായിട്ടേ കാണാൻ. ഞങ്ങൾക്ക് അടുത്തിരുന്ന് കാണുവേ. പക്ഷെ ഫോണൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇവന്മാർ വേഗം പോകും. പറന്ന് വരുന്ന മയിലിനെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അല്ലാതെ ഇങ്ങനെ നടന്ന് വരുമ്പോഴൊക്കെ നമ്മൾ കാണുവേ. ഇങ്ങനെ പറക്കുന്നൊരു പ്രത്യേക സ്റ്റൈലാണല്ലേ. പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആൺമയിൽ ഇങ്ങനെ പീലിയൊക്കെ വിടർത്തിയിരിക്കുന്ന അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നടക്കുമ്പോഴല്ലേ കാണുള്ളൂ. ഇങ്ങോട്ട് വാ, പോവാം വാ. ഇവിടെ കട എന്ത് ഭംഗി നോക്കിക്കേ. നിറയെ പാറപ്പുല്ലൊക്കെ ആയിട്ട് എന്ത് മനോഹരല്ലേ. ഇത് നമ്മുടെ വീട്. ഇങ്ങോട്ട് വാ. ഇനിയൊക്കെ വൈകുന്നേരം വരാം വാ. ചാറ്റമഴ കഴിയുമ്പോൾ വരാം. അന്നേരത്തേക്ക് ഇവന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കും. അവിടെയൊക്കെ കവുങ്ങും തോട്ടം കണ്ടോ, ഇത് രസമല്ലേ കാണാൻ. അത് മൊത്തം കവുങ്ങും തോട്ടമാണേ. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ എന്ത് രസമെന്നറിയാമോ. ഇത് പ്ലാന്റേഷനാണേ, കശുമാവും തോട്ടം കേട്ടോ മൊത്തം ഉള്ളത്. ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് ചീമേനി പ്ലാന്റേഷൻ വരെ എത്തും. ഇങ്ങനെ നിരന്നങ്ങ് കിടക്കുമല്ലേ. ധവളന്മാരിതാ ആ ചെറിയൊരു കശുമാവുണ്ട്, അങ്ങോട്ട് പോയേക്കാം. കളിക്കാൻ പോയതാണോ? ആണോ? പിന്നെ ഈ പുല്ലിലുണ്ടല്ലോ വട്ടൻ എന്നൊരു സാധനം ഉണ്ടാവും. നമ്മുടെ ദേഹത്ത് അങ്ങ് പറ്റി പിടിച്ചിരുന്നാൽ പിന്നെ അത് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കേ. കഴിഞ്ഞ വർഷം കുഞ്ഞാറ്റയുടെ
പുറത്തിങ്ങനെ വട്ടൻ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ തൂങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ കണ്ടേയില്ലായിരുന്നു. അതിങ്ങനെ വലുതായി ചോരയൊക്കെ കുടിച്ചങ്ങ് വലുതായി. പിന്നെ അത് പറിച്ച് കളഞ്ഞപ്പോൾ പിന്നെ ഇൻഫെക്ഷനായി കൊച്ചിൻ്റെ ദേഹത്ത്. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പിള്ളമാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പേടിയാണ്. നോക്കണം കേട്ടോ കുഞ്ഞാ. ഉണ്ണീസിൻ്റെ കയ്യിലിങ്ങാണ്ട് കുഞ്ഞൊരു വട്ടം കയറി കടിച്ചിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. നമുക്ക് വൈകുന്നേരം വരാം. അപ്പോൾ വെയിലായി. വാ, വൈകുന്നേരം വരാം. വാ, പൊയ്ക്കോ ഉണ്ണിക്കുട്ടൻ, വേഗം പൊക്കോ, ഓടിക്കോ. നമുക്ക് ആ പറമ്പിൽ മയിലുണ്ടോ നോക്കിക്കേ. അവിടെ പറഞ്ഞോ, അവിടെ ഇങ്ങനെ ഇതാ കവുങ്ങിൻ്റെ മുകളിലേ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയോന്നറിയത്തില്ല. എന്ത് രസമാണെന്ന് പറയാം ഇങ്ങനെ പറന്ന് വരുമ്പോൾ. ഓ, പാമ്പൊന്നുമില്ല ഇവിടെ. പാമ്പുണ്ട് എന്നട്ടെ, മണ്ടലി എന്നൊരു സൈസ് ഒരു പാമ്പുണ്ട്. അതായത് ഈ ത്രികോണാകൃതിയിലിരിക്കുന്ന തലയില്ല അങ്ങനത്തെ പാമ്പുണ്ട്. അതായത് ഈ പാറയുടെ സൈഡിലില്ലേ ചില കല്ലിങ്ങനെ പാറയിലിങ്ങനെ ഇരിക്കില്ലേ, ഇതുപോലത്തെ വലിയ കല്ലുണ്ടാവില്ലേ, അതിൻ്റെ അടിയിൽ അങ്ങനത്തെ പാമ്പ് ഉണ്ടാവാറുണ്ട്. നമ്മൾ നോക്കിയിട്ടല്ലേ നടക്കുന്നേ. വാടാ വാടാ, കയറി പോവാം. വാ, ഇങ്ങോട്ട് വാ. ആ പുല്ലൊന്നും പറയണ്ട. ആ ചേച്ചിമാരൊന്നും പുല്ല് അരിയണതാ, ഉണക്കപ്പുല്ലിങ്. വാ, ഒന്ന് കളയണ്ട. അപ്പം കയറിപ്പോ കയറോ. ഇപ്പം അമ്മമ്മയോട് പറഞ്ഞു കൊടുക്കും. വാ വാ വാ. അമ്മ പശുവിന് വേണ്ടി നട്ടു വളർത്തിയ പുല്ലുകളാണ് കേട്ടോ. ഒരുപാടായിട്ടുണ്ടേ. അന്നേരമാണല്ലോ പശുവിനൊക്കെ കൊടുത്തത്. പിന്നെ അമ്മ അത് വെട്ടിക്കളഞ്ഞൊന്നുമില്ല. ഈ മാസം നമുക്കൊരു പശുവിനെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ. ഉണ്ണിക്കൂട്ടനാക്കി അതിൻ്റെ പൊക്കത്തൊക്കെ കയറാൻ നോക്കുന്നു. എടാ കയറിപ്പോടാ. പിന്നെ ഈ പറമ്പിലുണ്ടല്ലോ വലിയ ആദായങ്ങളൊന്നുമില്ല. കുറച്ച് കവുങ്ങുണ്ട്, പിന്നെ തെങ്ങുണ്ട്, അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ വലിയൊരു നമ്മുടെ ഇടുക്കിയിലെ പോലെ ഒരുപാട് ആദായമുള്ള പറമ്പൊന്നുമല്ല. എന്നുവെച്ചാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊടംപുളിയുണ്ട്, ചിക്കുണ്ട്, അതായത് സപ്പോട്ടയില്ലേ, ചിക്കുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകാണെങ്കിൽ കുറച്ച് കുരുമുളകുണ്ട്. ഇത് നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ഇടുന്ന ഒരു ഇലയാണ്. അമ്മ ഇലയുടെ പേരെന്താ? അമ്മ ഇലയുടെ പേരെന്താ? സൗഗന്ധിയോ സുഗന്ധിയോ അങ്ങനെന്ത് പേരല്ലേ ഇതിന്? ആ, നല്ല മണമാണ് ഇലയ്ക്ക്. എൻ്റെ പേര് ഞാനും മറന്നുപോയി. അമ്മയ്ക്ക് പെട്ടെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്ക് പിടുത്തം കിട്ടിയില്ല. അമ്മ പിന്നെ പറഞ്ഞു തരുവേ. നല്ല മണമുള്ള ഇലയാണ്. ഈ ഇലയാണ് കേട്ടോ നമ്മൾ മറ്റേ ബിരിയാണിക്കൊക്കെ ഇടുന്ന. നല്ല മണം കിട്ടും. എന്തോ ആ, ഇത് വലിയ മരമാണേ. ഇത് ഞങ്ങൾ പണ്ടുള്ളപ്പോൾ ഞങ്ങൾ ഇത്രേ ചെറുതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വലുതായിട്ട് നോക്കി വലുതായിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇറച്ചിക്കറിക്കും ബിരിയാണിയിലൊക്കെ ഇടുമല്ലോ അമ്മേ. അത് നല്ല മണക്കായി, നല്ല മണമാണ്. ഇത് പേരെന്താന്ന് അറിയത്തില്ല അല്ലേ? അമ്മ ചിരിക്കും. അമ്മയുടെ ചിരി മസാലക്കൂട്ടാണ്. ഇത് നമ്മുടെ കറിവേപ്പ്, ചെറിയ കറിവേപ്പാണ്. പക്ഷെ നമുക്ക് വലിയ കറിവേപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ അത്യാവശ്യം അമ്മ പെട്ടെന്ന് അങ്ങ് പറിച്ചെടുക്കുന്ന കുഞ്ഞ് കറിവേപ്പ്. ഇവിടെയൊക്കെ ഒരുപാട് കറിവേപ്പൊക്കെ ഒരുപാട് ഉണ്ടാവേ. പക്ഷെ നമ്മുടെ ഇടുക്കിയിൽ അങ്ങോട്ടുണ്ടല്ലോ കറിവേപ്പ് ഉണ്ടാവേ ഇല്ല. ആ, ഇതാണ് ആപ്പിൾ ചാമ്പങ്ങ എന്ന് പറയുന്ന മരമാണിത്. പക്ഷെ ഞങ്ങൾ വന്നപ്പം സാധനം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സീസൺ തീർന്നു എന്നല്ലേ. ആപ്പിൾ ചാമ്പങ്ങ എന്നാണ് പറയുന്നത്. വലിയ മരമാണ് കേട്ടോ. കൊണ്ട് ജാതി മരം പോലെ വലിയ ജാതി മരമല്ല അമ്മത്, അല്ല, ആ ഒരു മരത്തിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കും. കൊണ്ടോ വലിയ മരം. അപ്പം അമ്മ അവിടെ തുണി കഴുകിക്കൊണ്ടിരിക്കുക. ഇതിന് നാട്ടിലേക്ക് അങ്ങോട്ട് എന്താ പേര് നമുക്കറിയത്തില്ല. ഈ ഒരു മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആപ്പിൾ ചാമ്പങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ മരം ആദ്യമായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ മുരിങ്ങ ആണല്ലേ. മരം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുക. ഇത് നമ്മുടെ മുരിങ്ങ എന്ന് പറയുമ്പം എനിക്ക് ഫേവറേറ്റ് സാധനമാണ്. മുരിങ്ങയില തോരൻ, മുരിങ്ങയിലും പരിപ്പും കൂടി വെച്ചുള്ള ചാറ് കറി, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറികളൊക്കെ, നാടൻ കറികൾ ഭയങ്കര ഇഷ്ടമാണ്. വലിയ മുരുക്കുണ്ടായിരുന്നല്ലേ മേ, അത് കേടായിട്ട് പോയതാണ്.
പിന്നെ വീണ്ടും കിളുത്ത് വന്നു. ഒരുപാട് മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതായത് അതിന് മുമ്പത്തെ വർഷമൊക്കെ ഒരുപാട് മുരിങ്ങക്കമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് അത് കേടായി പോയിട്ടോ. പിന്നെ വീണ്ടും ഇതാ തളിർത്ത് കയറി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വലിയ കറിവേപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ കറിവേപ്പ് ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ വലിയ മരം. ഇവിടുന്ന് അമ്മ അങ്ങനെ പറിക്കാറില്ലല്ലോ അമ്മ. എന്താ ഇതിൻ്റെ ചോട്ടിലുണ്ടല്ലോ, പക്ഷെ കയ്യത്തില്ലല്ലോ. ഇതാ ഇത് ചോട്ടിലുണ്ട്, കറിവേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. ഇത് പറിക്കണമെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചാഞ്ഞം ചെരിച്ചൊക്കെ വേണം പറിക്കാനായിട്ടോ. വലിയ കറിവേപ്പാണ്. ഇത് നമ്മുടെ കിണറിൻ്റെ വീട് ഞാൻ മുമ്പ് എടുത്തായിരുന്നു, മിനിങ്ങാന്നങ്ങാണ്ട് എടുത്തായിരുന്നേ. അങ്ങോട്ട് ഞാൻ നോക്കിയാലേ ഉണ്ണിക്കൂട്ടനും കൂടെ അങ്ങ് എത്തി നോക്കും. അതുകൊണ്ട് ഞാൻ എടാ പോടാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ലേ. ഇതൊക്കെ കവുങ്ങാട്ടോ, ഇതൊക്കെ കവുങ്ങുണ്ട്. ഉണ്ണി അപ്പുറത്തോട്ട് വന്നേരെ. എന്താ നമുക്ക് കുറച്ച് വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്ലാവ്, പ്ലാവുണ്ട്. അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ചെറിയ പ്ലാവാണ്. ഇതിൽ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായി നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങ ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം പോയി എന്ന് പറഞ്ഞില്ലേ. വീണ്ടും കിളുത്ത് വന്നിട്ടുണ്ട്. അവിടെ മുരിങ്ങയുണ്ട്, അവിടെയും കിളുത്ത് വന്നിട്ടുണ്ട്. കവുങ്ങുന്തോട്ടം എന്ന് പറയും ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പ്, ഇവിടെ വരുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഭയങ്കര ഇഷ്ടമാണ് കവുങ്ങ്. ഇവിടെ മൊത്തം കവുങ്ങാണേ. പിന്നെ അവിടെ ഒരു പ്ലാവുണ്ട്. അത് അതിന് വേറെന്താ അതിന് പേര് എനിക്കറിയത്തില്ല. എന്താ അതിന് പേര് അറിയത്തില്ല. ഒരു പ്ലാവ്. കുഴൽക്കിണറാണ് കേട്ടോ. കുഴൽക്കിണർ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇത് ഇവിടെ പറമ്പ് നനയ്ക്കാനായിട്ട് ഒരു കുഴൽക്കിണറുണ്ട്. അപ്പോൾ അവിടെയാണ് മോട്ടറൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ പറയില്ലായിരുന്നോ കവുങ്ങ് തോട്ടമാണ്, വലിയ പ്ലാവ്. പിന്നെ അവിടെ വലിയൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചേർന്ന്. അപ്പോൾ പിന്നെ മാങ്ങയൊക്കെ അങ്ങോട്ടേക്കൊക്കെ വീണു, അവർക്കൊക്കെ ശല്യമാവുന്നുണ്ട്. പിന്നെ ഞങ്ങളത് വെട്ടിക്കളഞ്ഞായിരുന്നു. ചെറിയൊരു തെങ്ങും തൈയാണ്. ഇതാ കൊക്കോ. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് കൊക്കോമാരൊക്കെ കൊക്കോയുടെ കായൊക്കെ കൊണ്ടുവന്ന് അമ്മ നട്ട് വളർത്തിയാണ് കേട്ടോ. അവിടെ 2-3 അവിടെ ആ സൈഡിലുണ്ട് കൊക്കോ മരം. എന്ത് ചെടിയാണെന്ന് പോലും എനിക്കറിയത്തില്ല, അതൊക്കെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ടാറ്റ. കപ്പളങ്ങയുണ്ട് ഇവിടെ. ഒരുപാട് കപ്പളങ്ങ പഴമുള്ള ഇതായിരുന്നേ. ഞാൻ ഇനി മതിലിൻ്റെ പൊക്കത്ത് കയറി കേട്ടോ പറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും അതിലായിട്ടില്ല. ഈ വർഷമേ കപ്പളങ്ങ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സപ്പോട്ട, ചിക്കു ഇവിടെ അമ്മ നട്ട് വളർത്തിയിട്ടുണ്ട്. തണലായിട്ടിരിക്കുമല്ലോ, നമുക്കതിന് കായ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അതൊരു തണലായിട്ടെങ്കിലും ഉണ്ടല്ലോ. അതവിടെ കുറച്ച് തെങ്ങുണ്ട്. ഇത് നമ്മുടെ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യമുണ്ട്. മീൻ കറിയിലൊക്കെ ഇട്ട് കറി വെക്കാൻ എന്താ സൂപ്പർ എന്നറിയാമോ. അടിപൊളി സാധനം തന്നെയല്ലേ ഇലുമ്പിക്ക. അങ്ങനെ നല്ല കാറ്റൊക്കെ വീശും, നല്ല തണുപ്പ്. ഈ ഭാഗത്ത് വരുമ്പം ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഇവിടെ ഒരു മാവുണ്ട്, ഇവിടെ ഒരു തെങ്ങുണ്ട്. എല്ലാ സാധനവും ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളും അത്യാവശ്യമുണ്ട്. എല്ലാം വേണം അല്ലേ. തെങ്ങ്, ഇത് ചെറിയൊരു തെങ്ങാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇവിടെ വഴി നമ്മുടെ റോഡിൽ വരെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പശുവിന് പുല്ലൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പശു ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുല്ലൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചങ്ങ് സെറ്റപ്പാക്കി വെച്ചേക്കുന്നതാണ്. അത് നമ്മുടെ കൊടംപുളി. കാണുന്നത് പരിസരം കാണാൻ ഭയങ്കര നല്ല രസമാണ്. അമ്മ നല്ല നീറ്റായിട്ട് എല്ലാ ദിവസവും അടിച്ച് വാരി നല്ല ഭംഗിയാണ്. അമ്മ ഇവിടെ വഴിയൊക്കെ ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. നമ്മുടെ തൊഴുത്തെ മിനിങ്ങാന്ന് കാണിച്ചായിരുന്നു, ഒന്നുമാണ് കാണിക്കാത്ത. നമ്മുടെ തൊഴുത്താണ്. ഒരു 5-6 പശുക്കൾ ഉള്ള തൊഴുത്താണ്. ഒത്തിരി നല്ല നമുക്കൊരു ഐശ്വര്യമുള്ള ഒരു തൊഴുത്ത് തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ പശുവിനൊക്കെ ഒന്ന് ഒഴിവാക്കിയത്.
ഇപ്പോഴാണ് പശുവിന് വില അറിയണം കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് പാല് മേടിക്കുമ്പം നമുക്ക് അതിൻ്റെ വില നന്നായിട്ട് മനസ്സിലാകാൻ പറ്റുമേ. അപ്പം അമ്മ ഒരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. ഉടനെ നമ്മുടെ അടുത്ത് വരും. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ വരുവേ. നല്ല പശുത്തൊഴുത്താണ്, നല്ല ഭംഗിയാണ്, നല്ല ഐശ്വര്യമുള്ള തൊഴുത്താണ്. പശു പോയതോടെ അമ്മയ്ക്ക് സങ്കടമാണ്. ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാട്ടോ അമ്മ പശുവിനൊക്കെ കൊടുത്തു. നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ നോക്കണ്ടേ, അതുകൊണ്ടേ ഇപ്പം നമുക്ക് പശുവില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു പശുവിനെ മേടിക്കാൻ പറഞ്ഞു. അമ്മ 5-6 പശുവിനെ നോക്കണ്ട, ഒരു പശുവിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്താ അവിടെ ഒരു വാഴക്കോല ഇരിക്കണുണ്ടോ, ഇതാ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നേ. അപ്പോൾ നമുക്ക് നാളെ നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.